അക്ഷയ തൃതീയയാണ്. ഞാനിത് വീഡിയോ എടുത്ത് ഇനി എഡിറ്റ് ചെയ്ത് ഒക്കെ അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആവുമായിരിക്കും. കാരണം സമയം എടുക്കുമല്ലോ. ഏതായാലും ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഒട്ടും സമയം കളയണ്ട. ആ കനകധാര സ്തോത്രം ചൊല്ലി തുടങ്ങിക്കോളൂ. നല്ലൊരു വിജയം നിങ്ങൾ പ്രതീക്ഷയോടെ, ആ ഒരു പ്രതീക്ഷയോടെ വേണം നമ്മൾ തുടങ്ങാൻ. എന്തും പോസിറ്റീവോടുകൂടി എനിക്ക് വിജയിക്കാൻ പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റും, എനിക്ക് പണം കിട്ടും, അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ നമുക്ക് കിട്ടിയെന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നമുക്കതങ്ങ് തുടങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഒരു അക്ഷയ തൃതീയ ദിവസം എന്ത് കാര്യവും തുടങ്ങാൻ, നമുക്ക് എന്ത് നല്ല കാര്യം തുടങ്ങാൻ നല്ലൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ വേറെ ഒരു നാളോ നക്ഷത്രം നോക്കണ്ട എന്നാണ് പറയുന്നത്. പരമാവധി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. അത് നേരിട്ട് ഇങ്ങനെ പൈസയായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ അരിയായിട്ടോ അങ്ങനെ ഇന്നത്തെ കാലത്ത് ആരും വാങ്ങിക്കില്ല. അല്ലാതെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു പാവപ്പെട്ട കച്ചവടക്കാരനാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക. അപ്പോൾ അവനൊരു 10 രൂപ ലാഭം കിട്ടിക്കോട്ടെ. അപ്പോൾ അത് നമ്മളൊരു കൊടുത്ത പോലെയായില്ലേ. അതുപോലുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ആരും 10 രൂപ വെച്ചോ അല്ലെങ്കിൽ 100 വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്ത് ആരും വാങ്ങിക്കില്ല. അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ച് ഊണ് കൊടുക്കാമെന്ന് വെച്ചാൽ ആരും വരില്ല. കാരണം അവർ ചിന്തിക്കണത് എന്താ അറിയാമോ, അയ്യോ അവരുടെ പാവം നമ്മൾ ഏറ്റെടുത്താലോ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ നല്ലൊരു കച്ചവടം, നമ്മൾ സാധാരണ ഒരു പാവപ്പെട്ട കച്ചവടക്കാരനായിരിക്കണം. വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് കാര്യമില്ല. പാവപ്പെട്ടവന്, കച്ചവടക്കാരനോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വിൽക്കുന്നവനോ എന്തെങ്കിലും ചെയ്യുന്നവനോ അങ്ങനെയുള്ളവർ, കൈ നീട്ടുന്നവർ, വേണോ ചോദിക്കും ചിലവർ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുക. അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, എന്നിട്ടപ്പോൾ അത് അവർക്കൊരു സഹായമാവും.